വിനി പിന്നീട് മിഷന്റെ പുറകിലായിരുന്നു. നന്ദന്റെ മനസ്സ് കണ്ടുപിടിക്കുക എന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. മീരയുമായി പുള്ളിക്ക് ബന്ധമില്ലെന്ന് ഉറപ്പായതോടെ സംതിങ് തനുവിനോട് അയാൾക്കുണ്ടെന്ന് അവൾ ഉറപ്പിച്ചു കഴിഞ്ഞു. തലയിൽ കുത്തി തിരിഞ്ഞും മറിഞ്ഞും പിന്നെ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. ഹൗ ടു നോ നന്ദൻ മനസ്സ്, അതാണ് ഉദ്ദേശം. വഴിയൊന്നും തെളിഞ്ഞു കാണാത്തത് കൊണ്ട് കൊച്ചു കൂട്ടുകാരി രമ്യയെ വിളിച്ചു. അങ്ങനെ അവൾ പറഞ്ഞു തന്ന വഴി തന്നെ പയറ്റാൻ വിനി തീരുമാനിച്ചു. അങ്ങനെ അടുത്ത ദിവസം കോളേജിൽ പോകാനുള്ള കാത്തിരിപ്പിൽ അവൾ ഉറങ്ങി. പതിവ് പോലെ രമ്യയെ കാത്തിരിക്കുവാണ് വിനി. എന്നും വരുന്ന സമയത്ത് തന്നെ രമ്യ എത്തി. പിന്നെ ഒരു കാത്തിരിപ്പിലായിരുന്നു നന്ദനും മേരയും എത്താൻ. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും നന്ദന്റെ കാർ കോളേജ് കോമ്പൗണ്ടിലേക്ക് വന്നു. അവർ വരുന്നതും കാത്ത് രമ്യയും വിനിയും ഇരുന്നു. മേരയും നന്ദനും ഒരുമിച്ചാണ് വരുന്നത്. രണ്ടുപേരുടെയും പിണക്കമൊക്കെ മാറി. ഇപ്പോൾ അവർ പഴയതുപോലെ ഫ്രണ്ട്സാണ്. അവർ അടുത്തെത്തിയതും രമ്യയും വിനിയും എഴുന്നേറ്റ് നിന്ന് അവരെ വിഷ് ചെയ്തു. എങ്ങനെയുണ്ട് തൻ്റെ കൂട്ടുകാർക്കിപ്പോൾ? വിനിയോട് ചോദ്യം ചോദിക്കുന്നത് വഴി നന്ദന് തനുവിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ പറ്റുമല്ലോ എന്ന ഉദ്ദേശത്തിലാണ് മീരയുടെ ചോദ്യം. അവൾക്ക് കുറവുണ്ട് മാം, അവളിപ്പോൾ ഹാപ്പിയല്ലേ? അതെന്താടോ കാര്യം? നന്ദനെന്ന് ഇടം കണ്ടിട്ട് നോക്കിയാണ് മീര ചോദിച്ചത്. നന്ദനും കാര്യം എന്തെന്നറിയാൻ ആകാംക്ഷയുണ്ടായിരുന്നു. രമ്യയാണെങ്കിൽ CID കണ്ണുകൊണ്ട് അവരുടെ രണ്ടുപേരുടെയും ഭാവങ്ങൾ കിഴിച്ചും കൂട്ടിയും ഇരിക്കുവാണ്. ഞാനിന്ന് മാമിനോട് പറഞ്ഞില്ലേ തനുവിനെന്ന പ്രപ്പോസലിനെ കുറിച്ച്? ആ പറഞ്ഞിരുന്നു, മീര നന്ദനെ നോക്കി പറഞ്ഞു. അതവൾക്ക് ഓക്കെയാണ്. വാട്ട്? ആ വാട്ട് വന്ന് നന്ദനിൽ നിന്നുമായിരുന്നു. തനു അവൾ ശരിക്കും അങ്ങനെ പറഞ്ഞോ? അതെ മാഡം. അവൾക്ക് വയ്യാതായപ്പോൾ ആ സായിപ്പ് ഹോസ്പിറ്റലിൽ വന്നു. ജോൺ എന്നാണ് പേര്. ഫോട്ടോ ഒന്ന് കാണാം. വെളുത്ത് തൊടുത്ത സുന്ദരൻ ചെക്കൻ. അവൻ്റെ കെയറിംഗ് ഒക്കെ കണ്ടപ്പോൾ തനുവിന് തിരിച്ചും പ്യാർ തോന്നി. അവൾ പിന്നെ ഓക്കെ പറയാതിരിക്കോ? നന്ദന്റെ മുഷ്ടി ചുറ്റുന്നതും പല്ലുകൾ കടിച്ചമർത്തുന്നതും മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകുന്നതും നോക്കി അന്തം വിട്ടു പോയി രമ്യ. വീഞ്ഞയുടെ തൊഴിൽ ഒരു തട്ട് കിട്ടിയപ്പോഴാണ് അവൾ നന്ദനെ ശ്രദ്ധിക്കുന്നത്. ഇത് അത് തന്നെ. ആ നിമിഷം തന്നെ വീണെ മനസ്സിൽ ഉറപ്പിച്ചു. വേദാന്തിൻ്റെ മനസ്സിൽ തന്മയെ മാത്രമുള്ളൂവെന്ന്. കാറ്റുപോലൊരു പോക്കായിരുന്നു നന്ദൻ. പിറകെ തന്നെ മീരയും. ഇത് അത് തന്നെ മോളെ വിനി, അങ്ങേർക്ക് പ്രണയമാണ് തനുവിനോടെന്ന് ഞാൻ ഉറപ്പിച്ചു. രമ്യ പറഞ്ഞതും വീണയുടെ ഉള്ളിൽ ഒരു സന്തോഷം പടർന്നു. തൻ്റെ കൂട്ടുകാരുടെ സ്നേഹം പൂവണിഞ്ഞല്ലോ എന്ന സന്തോഷത്തിൽ. അതേടി, എനിക്ക് ഉറപ്പായി അങ്ങേർക്ക് കട്ട പ്രേമമാണ് തനുവിനോട്. ഇപ്പോൾ തന്നെ അവളെ അങ്ങനെ വിളിക്കുമായിരിക്കും. വിളിച്ച് നമുക്ക് 100% ഉറപ്പിക്കാം. അതെ, ഇപ്പോൾ നീ വാ. വീരയുടെ കയ്യിൽ പിടിച്ച് രമ്യ ക്ലാസ്സിലേക്ക് നടന്നു. ക്യാബിനിലെത്തി നന്ദൻ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. അവൾ അങ്ങനെ പറഞ്ഞോ? അവനെ റിജക്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്നെ എതിർത്ത് അവൾ അവനോട് ഇഷ്ടം പറയുമോ? എന്നെ മറന്ന് അവൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയോ? ഇല്ല, സമ്മതിക്കില്ല. എൻ്റെ പെണ്ണാണ് അവൾ, എൻ്റെ മാത്രം പെണ്ണ്, എൻ്റെ പ്രാണൻ. അവൻ പോക്കറ്റിൽ നിന്നും ഫോണിട്ട് സത്യാവസ്ഥ അറിയാനായി തനുവിനെ തന്നെ വിളിച്ചു. ഇതേ സമയം തനു നല്ല മയക്കത്തിലായിരുന്നു. ഹോസ്പിറ്റലിൽ തന്നെയാണ് അവൾ ഇപ്പോഴും. ഫോൺ റിംഗ് ചെയ്യുന്ന ശബ്ദം കേട്ട് ബൈസ്റ്റാൻഡർ ബെഡിൽ കിടന്ന റേച്ചൽ കണ്ണു തുറന്നത്. തനു അപ്പോഴും മരുന്നിൻ്റെ സെഡേഷനിലായിരുന്നു. റേച്ചലാണ് അവളുടെ ഫോൺ എടുത്തത്. ഹലോ. ഫോണിൽ കേട്ട പരിചയമില്ലാത്ത ശബ്ദം കേട്ട് ഒരു നിമിഷം നന്ദനെന്ന് അന്താളിച്ചു. ഹലോ തന്മയി, തനി കിടക്കുവാണല്ലോ. ഇതാരാ വിളിക്കുന്നത്? ഞാൻ നന്ദൻ, തനുവിൻ്റെ അപ്പച്ചിയുടെ മകനാണ്. മോനെന്താ ഈ രാത്രിയിൽ? എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? ഹേയ് ഇല്ല ആൻറ്റി, തനുവിനോട് ഒന്ന് പറഞ്ഞാൽ മതി ഞാൻ വിളിച്ചിരുന്നുവെന്ന്. പറയാം. തനുവിന് എങ്ങനെയുണ്ട് ഇപ്പോൾ? കുഴപ്പമില്ലല്ലോ. ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല. നാളെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഡിസ്ചാർജ് ആകും. ശരി ആൻറ്റി, സോറി ഫോർ ദ ഡിസ്റ്റർബിങ് അറ്റ് ദിസ് ടൈം. ഇറ്റ്സ് ഓക്കെ. കാനഡയിൽ രാവിലെ ആകാനുള്ള കാത്തിരിപ്പിലായിരുന്നു പിന്നീട് നന്ദൻ. രാത്രി ഒരു 7 മണിയായപ്പോൾ തന്നെ നന്ദൻ തനുവിനെ വിളിച്ചു. തനുവാണെങ്കിൽ അപ്പോൾ എഴുന്നേറ്റതേയുള്ളൂ. ഹലോ. ഉറക്ക ചടവോടെയാണ് സംസാരം. നീ എഴുന്നേറ്റില്ലേ? എണീറ്റതേയുള്ളൂ. എങ്ങനെയുണ്ടിപ്പോൾ? കുഴപ്പമില്ല. ഇന്ന് ഡിസ്ചാർജ് ആകുമോ? നീ ആ സായിപ്പിനോട് സംസാരിച്ചോ? എന്ത് സംസാരിക്കാൻ? അവനെ റിജക്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേന്ന്. നന്ദേട്ടൻ എന്തിനാ എൻ്റെ കാര്യത്തിൽ ഇത്ര ടെൻഷനാകുന്നത്? എനിക്ക് തോന്നുന്നത് പോലെ ഞാൻ ജോണിന് മറുപടി കൊടുക്കും. നീ അവിടെയാണെന്ന് പറഞ്ഞ് കൂടുതൽ നിഗളിക്കില്ലേ തനു? ഒരു നിഗളിപ്പുമില്ല എനിക്ക്. ഞാൻ നിൻ്റെ വീട്ടിൽ പറയണോ ഈ കാര്യം? പോയി പറ. എനിക്കൊരു ചുക്കുമില്ല. ജോണിനെ കൊണ്ട് എനിക്കൊരു ശല്യവുമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. വെറുതെ എന്തിനാ അവനൊരു പ്രതീക്ഷ നീ കൊടുക്കുന്നത്? നിൻ്റെ റിപ്ലൈ ലേറ്റ് ആകും തോറും അവൻ കൂടുതൽ പ്രതീക്ഷിക്കുകയല്ലേ? പ്രതീക്ഷിക്കട്ടെ, ചിലപ്പോൾ എനിക്ക് തിരിച്ചും ഇഷ്ടം തോന്നിയാലോ? താനും നന്ദൻ്റെ മനസ്സറിയാനായി ഒന്ന് എറിഞ്ഞു നോക്കി. അങ്ങനെ അവനോട് ഇഷ്ടം തോന്നാൻ നിന്നെ ഞാൻ അനുവദിച്ചിട്ട് വേണ്ടേ? ദേഷ്യം കൊണ്ട് മുറുകി അവൻ്റെ സ്വരം കാതിൽ പതിച്ചതും തനുവിൻ്റെ ശ്വാസം ഒരു നിമിഷം നിലച്ചു എന്ന് പോലും അവൾക്ക് സംശയം തോന്നി. അവൻ്റെ ഉള്ളിലെ പൊസസീവ്നെസ് ആണ് അറിയാതെ പുറത്തു വന്നെന്ന് അവൾക്ക് മനസ്സിലായി.
നന്ദേട്ടൻ നന്ദേട്ടൻ എന്താ പറഞ്ഞത്? യു ആർ മൈൻ തനു, യു ആർ മൈൻ. എനിക്കല്ലാതെ വേറെ ഒരുത്തിനും മുന്നിൽ ഒരു അവകാശവുമില്ല. സന്തോഷം കൊണ്ടാണോ എന്തോ അവൻ്റെ വാക്കുകൾ കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. വർഷങ്ങളായി താൻ കാത്തിരുന്ന നിമിഷം അതാണിപ്പോൾ നടന്നിരിക്കുന്നത്. നന്ദേട്ടൻ നന്ദേട്ടൻ നന്ദേട്ടന് തന്നോട് പ്രണയമാണെന്ന്. അവളുടെ ചുണ്ടിൽ ചിരി തിരിഞ്ഞു. അതിനിമിഷം തന്നെ അവളുടെ ഉള്ളിൽ അവനോട് പ്രണയം വെളിപ്പെടുത്തിയ നിമിഷം അവൻ റിജക്റ്റ് ചെയ്തതും മറ്റും ഓർമ്മ വന്നു. നിന്നോട് നീ ഉദ്ദേശിക്കുന്ന തരത്തിൽ യാതൊരു വികാരവുമില്ല. സോ ഇതിൻ്റെ പേരും പറഞ്ഞ് എൻ്റെ പുറകെ വരരുത്. ഇപ്പോൾ നീ +2 ആയതേ ഉള്ളൂ. പഠിക്കേണ്ട സമയമാണിത്. വെറുതെ പ്രണയമാണെന്ന് പറഞ്ഞ് നടക്കാതെ പഠിക്കാൻ നോക്ക്. നന്ദേട്ടാ, അവൾ ഇടർച്ചയോടെ വിളിച്ചതും അവൻ ആഞ്ഞ് നിശ്വസിക്കുന്നത് അവൾ അറിഞ്ഞു. അതേ തനു, ഐ എം മള്ളി ഇൻ ലവ് വിത്ത് യു. ഇതിപ്പോൾ പറയണമെന്ന് ഞാൻ ഉദ്ദേശിച്ചതല്ല. പക്ഷേ ഇനിയും പറയാതിരുന്നാൽ നിന്നെ നഷ്ടമാകുമെന്നൊരു ഭയം. അതെനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല തനു. നീ എന്നെ പ്രണയിക്കുന്നതിനേക്കാൾ മുൻപ്, ഏറെ മുൻപ് തന്നെ ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടിരുന്നു. അവൻ്റെ വെളിപ്പെടുത്തലിൽ അവൾ തറഞ്ഞിരുന്നു പോയി. പിന്നെ എന്തിനാ എന്നോട് ദേഷ്യം കാണിച്ചത്? നിനക്ക് വേണ്ടി തനു. എന്നോടുള്ള പ്രണയത്തിൽ അന്തയെ നീ ജീവിച്ചാൽ നിന്റെ ജീവിത ലക്ഷ്യം നീ മറക്കുമോ എന്നെനിക്ക് ഭയമായിരുന്നു. അതുകൊണ്ട് ആ കാരണം കൊണ്ട് മാത്രം ഞാൻ നിന്നോടുള്ള സ്നേഹം ഉള്ളിലടക്കി. ഇത്രയും നാൾ ഞാൻ നന്ദേട്ടനെ ആലോചിച്ച് കരഞ്ഞപ്പോൾ ഒരു വാക്ക് എന്നോട് പറയാമായിരുന്നു. നിനക്ക് എൻ്റെ ഭാഗത്ത് തെറ്റ് കാണാനേ കഴിയുള്ളൂ തനും. പക്ഷേ ഇതെൻ്റെ ശരിയാണ്. പഠിക്കുന്ന പ്രായത്തിൽ പഠിക്കണം. അല്ലാതെ പ്രണയമെന്ന് പറഞ്ഞ് മറ്റും നീ നിൻ്റെ സ്റ്റഡി ടൈം വേസ്റ്റ് ആക്കുന്നത് എനിക്ക് കാണാൻ കഴിയില്ലായിരുന്നു. ഐ ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വൺ ഡേ. ശരിയാണ്, നന്ദേട്ടൻ പറഞ്ഞതെല്ലാം ശരി തന്നെയല്ലേ? നന്ദേട്ടൻ എന്നോട് അന്ന് ഇഷ്ടം തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ നന്ദേട്ടനെ പിരിഞ്ഞ് ഇങ്ങനെ ഇവിടെ നിന്ന് കോഴ്സ് ചെയ്യാൻ എനിക്ക് സാധിക്കുമായിരുന്നോ? ഇല്ല, ഒരിക്കലുമില്ല. തനു. ആർദ്രമായി അവൻ്റെ സ്വരം കാതിൽ പതിച്ചതും അവളൊന്ന് മൂളി. ഐ ലവ് യു. അത്രമേൽ ഇമ്പമായി അവൻ പറഞ്ഞതും അവളുടെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. നന്ദൻ തൻ്റെ പ്രണയം തുറന്നു പറഞ്ഞത് തനുവിനെ ഏറെ സന്തോഷിപ്പിച്ചു. എങ്കിലും ഇത്രയും നാൾ എല്ലാം ഉള്ളിൽ ഒളിപ്പിച്ച് തന്നെ വട്ടം ചുറ്റിപ്പിച്ചതിന് നന്ദനെന്ന് വട്ടം കറക്കണമെന്ന് തന്നെ തീരുമാനിച്ചു. തനു, ആർ യു ദേർ? അപ്പോൾ ഇന്ന് തന്നെ നീ അവനോട് സംസാരിക്കില്ലേ? എന്ത് സംസാരിക്കാനാ നന്ദേട്ടാ? തനു, നീ വെറുതെ കളിക്കല്ലേ. ഞാൻ കളിച്ചില്ലല്ലോ, കാര്യം പറഞ്ഞതല്ലേ. നന്ദേട്ടനോട് എനിക്കൊരു ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ അത് എൻ്റെ പ്രായത്തിൽ തോന്നിയൊരു ഇൻഫാക്ച്വേഷൻ മാത്രമായിരുന്നു. ഇപ്പോൾ ആ ഇഷ്ടം മാറി. അത് കുഴപ്പമില്ല. നിന്റെ പഴയ ഇൻഫാക്ച്വേഷൻ ഞാൻ പ്രണയമാക്കി മാറ്റിക്കോളാം. അവളുടെ കുറുമ്പ് മനസ്സിലാക്കി അവൻ ചിരിയോടെ പറഞ്ഞു. അതല്ല നന്ദേട്ടാ, ഇപ്പോൾ എനിക്കൊരു ഡൗട്ട്. എന്ത് ഡൗട്ട്? ജോണിനോട് എനിക്ക് പ്രണയം തോന്നി തുടങ്ങിയോ എന്നൊരു ഡൗട്ട്. തോന്നി തുടങ്ങിയാലും ഇല്ലെങ്കിലും നീ അവനത് ജീവിക്കാനൊന്നും പോകുന്നില്ല. നന്ദൻ മുറുകെ സ്വരത്തിൽ പറഞ്ഞതും അവൾ ചിരിച്ചു പോയി. അത് നന്ദേട്ടനാണ് തീരുമാനിക്കുന്നത്? ആണ്, ഞാനാണ് തീരുമാനിക്കുന്നത്. ഇതെൻ്റെ കാര്യമാണ്. അപ്പോൾ ഞാൻ തീരുമാനിക്കും. കൂടുതൽ കളിക്കാൻ നിൽക്കല്ലേ തനു. ഇപ്പോൾ നീ പറഞ്ഞതെല്ലാം എന്നെ പറ്റിക്കാനാണെന്ന് എനിക്കറിയാം. മര്യാദയ്ക്ക് വേഗം തന്നെ അവനോട്, ആ ജോണിനോട് പോയി കാര്യങ്ങൾ പറഞ്ഞോണം. ഓ പിന്നെ, എന്തു പിന്നെ? എനിക്കൊന്ന് ആലോചിക്കണം. നീ ആലോചിച്ച് അവിടെ ഇരുന്നു. അത് പറഞ്ഞ് ദേഷ്യത്തോടെ നന്ദൻ ഫോൺ കട്ട് ചെയ്തു. അവളുടെ ഒരു ആലോചന. നന്ദൻ ദേഷ്യത്തോടെ ഫോണിൽ പിടിമുറുക്കി. ഇതേ സമയം തനുവിൽ നിറഞ്ഞ സന്തോഷമായിരുന്നു. തൻ്റെ പ്രണയം തൻ്റെ മാത്രമാണെന്ന തിരിച്ചറിവിൽ. എടാ കള്ള നന്ദേട്ടാ, എന്നെ നിങ്ങൾ പറ്റിക്കൂലേ? ഇനി എൻ്റെ കളികൾ കാണാൻ കിടക്കുന്നതേയുള്ളൂ. അവൻ്റെ ഫോട്ടോ നോക്കി അവൾ പറഞ്ഞു.